നവകേരള സദസ്സിൽ നൽകിയ പരാതികളുടെ മെല്ലെപ്പോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. മന്ത്രിമാരും പരിവാരങ്ങളുമായി നടത്തിയ യാത്രയിൽ പരാതികൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പരിഹാരം മാത്രം ഇനിയും എത്രയോ അകലെയാണ്. വടക്കൻ ജില്ലകളിൽ ലഭിച്ച പരാതികളിൽ 10% പോലും തീർപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് നവകേരള സദസ്സ് പ്രഹസനമായി മാറാനാണ് സാധ്യതകൾ കൂടുതലും. ഇതിനിടയിലാണ് പരിഹരിക്കപ്പെട്ട പരാതികളുടെ അവസ്ഥയും സൈബർ ഇടത്തിൽ ചിരി പടർത്തുന്നത്. നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ കൈക്കൊണ്ട നടപടിയാണ് പരിഹാസത്തിന് ഇടയാക്കുന്നത്. വീട് നന്നാക്കാൻ കേരള ബാങ്കിന്റെ ശാഖയിൽ നിന്നെടുത്ത വായ്പയിൽ ഇളവ് തേടി പരാതി നൽകിയ ആൾക്ക് ലഭിച്ച അറിയിപ്പാണ് കോമഡിയായി മാറിയത്. 4 ലക്ഷം രൂപയുടെ വായ്പയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയ ആൾക്ക് 515 രൂപ ഇളവ് ചെയ്തു എന്ന അറിയിപ്പാണ് ലഭിച്ചത്. കണ്ണൂർ കിളിയന്തറ സ്വദേശിയാണ് ഒരു ദിവസം പണിയും കളഞ്ഞ് വണ്ടിക്കൂലിയും മുടക്കി നവകേരള സദസ്സിൽ പരാതി നൽകിയപ്പോൾ ലഭിച്ച ഇളവ് കേട്ട് ഞെട്ടിയത്. കേരള ബാങ്കിൽ നിന്നുള്ള അറിയിപ്പ് നോട്ടീസ് വാർത്തയായതോടെ സൈബർ ഇടത്തിലും പരിഹാസത്തിന്റെ പ്രളയമാണ്. പ്രതിപക്ഷ നിരയിലെ യുവ നേതാക്കളാണ് പരിഹാസവുമായി രംഗത്ത് വന്നത്. നവകേരള സദസ്സിന് മുൻപാകെ സമർപ്പിച്ച പരാതി തീർപ്പാക്കലാണെന്ന പേരിലാണ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസ്. കേരള ബാങ്കിന്റെ ഇരിട്ടി ശാഖയിൽ നിന്നാണ് ഇദ്ദേഹം 3,97,731 ലക്ഷം രൂപ വായ്പ എടുത്തത്. ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടായിരുന്നു നവകേരള സദസ്സിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വായ്പയിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചായിരുന്നു കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസ്. ആകെ അടയ്ക്കേണ്ട തുകയിൽ 515 രൂപ ഇളവ് അനുവദിച്ചിരിക്കുന്നുവെന്ന് ഇതിൽ പറയുന്നു. ബാക്കി 9,97,216 രൂപ ബന്ധപ്പെട്ട ശാഖയിൽ ഈ മാസം 31-ന് മുൻപ് അടച്ച് വായ്പാ കണക്ക് തീർപ്പാക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ നവകേരള സദസ്സിന്റെ കാര്യക്ഷമത ഇത്രത്തോളമാണെന്ന് പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെത്തി. 515 രൂപയുടെ ഇളവ് ലഭിച്ചില്ലേ, ഇനി ബാക്കി 3,97,216 രൂപ അടച്ചാൽ പോരെയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പരിഹസിച്ചു. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും സംഭവത്തിൽ പരിഹാസവുമായി എത്തി. ആ പൈസക്കിനിയും ഒരു ഫ്ളാറ്റും കാറും കൂടി വാങ്ങണം എന്നാണ് രാഹുലിന്റെ പരിഹാസം. കൂടാതെ പരാതിക്കാരന് നവകേരള സദസ്സിലെത്തിയപ്പോൾ ചെലവാകാൻ സാധ്യതയുള്ള കാശിന്റെ കണക്കും മാങ്കൂട്ടത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ ആഡംബര സദസ്സിൽ 3,97,731 രൂപയുടെ വായ്പയുടെ ഇളവ് ചെയ്യാൻ കൊടുത്ത അപേക്ഷകന് 515 രൂപ ഇളവ് നൽകി. സദസ്സിൽ പോകാൻ ഓട്ടോകൂലി 150, അപേക്ഷകൾ ഫോട്ടോസ്റ്റാറ്റ് 50, ഉച്ചവരെ കാത്തുനിന്നപ്പോൾ ചായ കടി 30, കുപ്പിവെള്ളം 15, ആകെ 245 ലാഭം 270. ആ പൈസക്കിനിയും ഒരു ഫ്ളാറ്റും ഒരു കാറും കൂടി വാങ്ങണം. രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു.